നമ്മൾ സ്ഥിരം ന്യൂസുകളിൽ കേൾക്കാറുള്ള ഒരു കാര്യമാണ്. FIS 8,000 കോടി രൂപ വിറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ DIS 3,000 കോടി രൂപയുടെ ബൈങ് നടത്തി, റീറ്റെയിലേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു. ഇങ്ങനെയുള്ള പല ന്യൂസുകളിലും നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പൊ നമുക്കുണ്ടാവുന്ന ഡൗട്ടാണ്, ആരാണ് ഈ FIS, ആരാണ് ഈ DIS എന്ന് പറയുന്നത്, അല്ലെ റീറ്റെയിലേഴ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്, നമ്മളെയാണോ? ഇത്തരം ചില ഡൗട്ടുകൾ സാധാരണയായി നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ HNIS എന്ന് വിളിക്കുന്ന ആരെയാണ്? HNIS എന്ന് പറയുമ്പോൾ അങ്ങനെ അധികം ന്യൂസിൽ കേൾക്കാത്ത ഒരു ടേമാണ്. എന്നാൽ HNIS എന്ന് പറഞ്ഞ ഒരു പാർട്ടിസിപ്പന്റ് കൂടി ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇവരൊക്കെ ആരാണ്? അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മേജർ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നും, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ നിക്ഷേപ രീതികൾ റീറ്റെയിലേഴ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കൊരു വെജിറ്റബിൾ മാർക്കറ്റ് എടുക്കാം, പച്ചക്കറി ചന്ത എടുക്കാം. ആ ചന്തയിൽ പലതരത്തിലുള്ള ആളുകൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വരും. അവിടെ ഒരു സ്ത്രീ വന്ന് 5 കിലോ തക്കാളി വാങ്ങിക്കുന്നു. അതേസമയം തന്നെ അതേ മാർക്കറ്റിൽ മറ്റൊരു ഹോട്ടൽ ഉടമ വന്ന് 50 കിലോ തക്കാളി വാങ്ങിക്കുന്നു. എന്നാൽ മറ്റൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി, അയാൾ വന്ന് 500 കിലോ തക്കാളി വാങ്ങിക്കും. അതുപോലെ വിദേശത്തേക്ക് തക്കാളി കയറ്റി അയക്കുന്ന ഒരു വ്യാപാരി വന്നിട്ട് 5,000 കിലോ തക്കാളി വാങ്ങിക്കും. ഒരു മാർക്കറ്റ് തന്നെയാണ്, എന്നാൽ ആ മാർക്കറ്റിൽ നിന്നും അവർ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിക്ക് വ്യത്യാസമുണ്ടോ, ചെലവാക്കുന്ന പൈസയിൽ വ്യത്യാസമുണ്ടോ, അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യത്തിനും ഉദ്ദേശത്തിനും വ്യത്യാസമുണ്ടോ. ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും പ്രവർത്തിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും പല ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അവരുടെ ലക്ഷ്യത്തിന്റെ അവസ്ഥാനത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പന്റിനെ 4ആയിട്ട് തരംതിരിക്കാം. ഇതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ആരാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്? അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്റ്റുഡന്റ് ആകാം, ഒരു വിദ്യാർത്ഥിയാകാം, ഒരു അധ്യാപകനാകാം, ഒരു ഡോക്ടർ ആകാം, ഒരു വക്കീലാകാം, ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാകാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുമാകാം. അവർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചെറിയൊരു 5,000 രൂപ ക്യാപിറ്റലുമായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 25,000 ആയിരിക്കും, അല്ലെങ്കിൽ 50,000, 1 lakh, അല്ലെങ്കിൽ 5 lakh വരെയും പോകാം റീറ്റെയിലേഴ്സ്. അതിനേക്കാൾ വലിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ഉണ്ട്, അത് വേറെ കാര്യം. നമ്മൾ ഉദാഹരണത്തിന് 5 lakh വരെ പറയുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകത എന്താണ്? ഇവർ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത് അവർ സ്വന്തമായി നടത്തുന്ന ചെറിയൊരു സ്റ്റഡിയുടെ ബേസിലായിരിക്കും. വലിയ ക്യാപിറ്റലും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും വരുന്ന ചെറിയ അപ്ഡേറ്റും അല്ലെങ്കിൽ ട്രെൻഡും റീറ്റെയിൽസ് ഇൻവെസ്റ്റേഴ്സിന്റെ തീരുമാനങ്ങളെ നല്ലപോലെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് HNIs. HNI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. ഇത് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഫണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരും റീറ്റെയിലേഴ്സിനെ പോലെ തന്നെ വ്യക്തിഗത നിക്ഷേപകരായിരിക്കും. കാരണം അവരും സ്വന്തമായിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇവർ റീറ്റെയിലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ക്യാപിറ്റൽ വളരെ വലുതായിരിക്കും. ക്യാപിറ്റൽ വലുതായിരിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു വിജയകരമായ ഒരു വ്യവസായി ആയിരിക്കും, അല്ലെങ്കിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കും, വലിയൊരു വക്കീലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു സംരംഭകനാകാം, ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷെ അവരുടെ ഫണ്ട് വളരെ വലുതായിരിക്കും. ചില HNIs അവർ സ്വന്തമായിട്ട് ഏതെങ്കിലും അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരുടെ കയ്യിൽ നിന്നും അഡ്വൈസറികൾ വാങ്ങിച്ചതിന് ശേഷമായിരിക്കും അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടീമിനെയാണ് HNIs എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് DIS. DIS എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഡൊമസ്റ്റിക് ആണ്. കാരണം ഇന്ത്യക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടീമിനെയാണ് നമ്മൾ DIS എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്ന എന്താ? ഇത് സ്വാഭാവികമായിട്ടും ആരാവാനാണ് സാധ്യത? ഇത് നമ്മുടെ ബാങ്കുകളായിരിക്കാം, അല്ലെങ്കിൽ LIC പോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളായിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിരിക്കാം, അസറ്റ് മാനേജ്മെന്റ് കമ്പനികളായിരിക്കാം. ഈ ടൈപ്പിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും ആകാം. ഇവർ ചെയ്യുന്ന എന്താണ്? ജനങ്ങളിൽ നിന്നും LIC ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോളിസി ആണെന്നുണ്ടെങ്കിൽ അത് പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യുന്ന മണി, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ അവർ കളക്ട് ചെയ്യുന്ന മണി, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് ആവാം, പെൻഷൻ ഫണ്ടിലൂടെ അതിലൂടെ കളക്ട് ചെയ്യുന്ന മണി. ഈ പണം അവർ എന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും നല്ല സ്റ്റോക്കുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവരെ നമ്മൾ HNIസിനെയും റീറ്റെയിലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഫണ്ട് മാനേജ് ചെയ്യാൻ ഒരു ടീം തന്നെ ഉണ്ടായിരിക്കും. അവര് ഫണ്ടമെന്റലിയും ടെക്നിക്കലിയും ഉള്ള വിശകലനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കത്തുള്ളൂ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
പക്ഷേ ഇത് ഇന്ത്യക്കകത്ത് രജിസ്റ്റർ ചെയ്ത് ആയിരിക്കത്തില്ല. ഇന്ത്യക്ക് പുറത്ത് ഫോറിനേഴ്സ് ആയിരിക്കും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അവർ അവരുടെ കൺട്രിയിലുള്ള ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും. അത് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി അവർ ഇവിടെ FIS ആയിട്ട് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ഫ്യൂച്ചർ, അതായത് നിഫ്റ്റി പോലുള്ള ഫ്യൂച്ചറുകളിലായിരിക്കും ഇവർ കൂടുതലും ത്രൂ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുണ്ട്, മിഡ് ക്യാപ് സ്റ്റോക്കുകളുണ്ട്. ഈ സ്റ്റോക്കുകളിലൊക്കെ ആയിരിക്കും അവർ ബേസിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് സാധാരണയായിട്ട് അമേരിക്ക, ജപ്പാൻ, സിംഗപ്പൂർ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ ഇവരെല്ലാമാണ് പൊതുവെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന FISൽ നമുക്ക് കണക്കാക്കാൻ പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ആയി പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് FISന്റെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുണ്ടോ, അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് പോകാത്തൊന്നൊരു വാർത്ത നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് 4 മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ്. അത് ആരൊക്കെയാണെന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് സം ചെയ്ത് നോക്കാം. നമ്പർ 1 വരുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്, നമ്മളെപ്പോലുള്ളവർ. രണ്ടാമത് വരുന്നതാണ് HNAs. അത് റീറ്റെയിൽസിനെ പോലെ തന്നെയാണ്, പക്ഷെ അവരുടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വലിയ ഹ്യൂജ് ക്യാപിറ്റലാണ്. സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട സ്ഥിതി നിൽക്കുന്ന ആൾക്കാരാണ് HNAസിൽ വരുന്നത്. മൂന്നാമതാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് നമ്മുടെ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ബാങ്കുകൾ ഉണ്ടായിരിക്കാം, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടായിരിക്കാം, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഉള്ളതാണ് FIS എന്ന് പറയുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനികളാണ് നമ്മുടെ മാർക്കറ്റിൽ അത് അവർ ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ജെയിൻ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞത്. ഈ അടുത്ത സമയത്ത് ജെയിൻ സ്ട്രീറ്റിനെ കുറിച്ചൊരു മൽ പ്രാക്ടീസിന്റെ വാർത്ത നമ്മൾ കേട്ടായിരുന്നു. ജെയിൻ സ്ട്രീറ്റ് ഒക്കെ FISനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയിൽ പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.